ഗെയിം ചേഞ്ചർ ഡയറക്റ്റഡ് ബൈ ശങ്കർ. ഒരു ലെജൻഡ് സംവിധായകനാണ് അദ്ദേഹം. ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബെഞ്ച് മാർക്കുകൾ പുള്ളി തന്നിട്ടുണ്ട്. അത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ സംവിധായകൻ്റെ ഒരു സിനിമ ഇന്ന് ഇറങ്ങിയത് സിനിമാ പ്രേമികളിൽ പോലും പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഗെയിം ചേഞ്ചർ നായകൻ രാംചരനാണ്. അങ്ങനെ കുറച്ചധികം പേരുണ്ട്. മലയാളത്തിൽ നിന്ന് നമ്മുടെ ജയറാമേട്ടനുണ്ട്. സിനിമ FDFs കാണാൻ പറ്റിയില്ല, മിസ്സായി. രാവിലെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഷോ ആണ് കണ്ടത്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് 2 മണിക്കൂർ 45 മിനിറ്റ് കൊല്ലാതെ കൊന്നു കളഞ്ഞൊരു പടം. അജാതി അപരാധം എന്ന് പറഞ്ഞാണ്ടല്ലോ, അയ്യോ മലങ്കൾട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലത്തെ ഒരു പടം എന്നാടാ പണി വെച്ചെറുക്ക. കണ്ടു തീർക്കാൻ പറ്റ പാട് 2 മണിക്കൂർ 45 മിനിറ്റ്. ഓഹ് എൻ്റെ പൊന്നെ, എന്തിട്ടിത്! 2005 2010 ഇറങ്ങിയ പോലും ഇതൊക്കെ ഹിറ്റാവുന്ന സംശയം. അതുപോലൊരു സിനിമ, എന്തൊരു ഊള സ്റ്റോറി. ഇതിന്റെ കഥ കാർത്തിക് സുബ്രാജാണ്. ഈ പടം ഇറങ്ങണതിന് മുന്നേ എല്ലാവരും പറയണ്ടായിരുന്ന ഇന്ത്യൻ 2 പോലെ ആവില്ല, ഇതിൽ സ്ക്രിപ്റ്റ് കാർത്തിക് സുബ്രാജാണ്, അതിലെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടാവും, ബാക്കി കണ്ടറിഞ്ഞാൽ മതി എന്നൊക്കെയായിരുന്നു പറയണ്ടായിരുന്നത്. ഈ സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവ് സ്ക്രിപ്റ്റാ. ഇതുപോലൊരു നല്ല ഞാൻ പറയണില്ല, ഇതുപോലൊരു കൊണച്ച സ്ക്രിപ്റ്റ്. പിന്നെ തെലുങ്ക് പടങ്ങളുടെ ആ ഒരു വാള് സാധനം, ഫൈറ്റും കാര്യങ്ങളും, പിന്നെ ശങ്കറിന്റെ മേക്കിങ്. പുള്ളി ഇപ്പോഴും നമ്മുടെ 2010-15 കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും പുള്ളി നിൽക്കുന്ന. ആളുടെ മേക്കിങ്, ഇതിലെ പാട്ടുകളും എല്ലാം നമ്മുടെ ഈ അയ്യിലൊക്കെ പാട്ടുകളുടെ ഒരു സിനിമോട്ടോഗ്രാഫി പോലെ ആ ഒരു ആർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു നമ്മുടെ മറ്റേ അയിലൊരു പാട്ടില്ലേ, ഒരു പാട്ടില്ലേ ഫസ്റ്റ് സെക്കൻഡ് ഹാഫിന്റെ സ്റ്റാർട്ടിങ്, അതേപോലൊരു സാധനം ഇതിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു തവണ കാണുമ്പോൾ നമ്മൾ അതിശയത്തോടെ നോക്കി നിൽക്കും. അതേ മോഡൽ സാധനം വീണ്ടും വീണ്ടും കാണിച്ച നമുക്ക് അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. അതേപോലെയായിരുന്നു ഈ സിനിമയുടെ ഒരു പോക്ക്. ഒരു രീതിയിലും പോസിറ്റീവായിട്ട് ഒന്നും എടുത്തു പറയാനില്ല ഇതൊരു സിനിമ. ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയാം, ഞാൻ ശങ്കർ സിനിമകളുടെ ഒരു ആരാധകൻ തന്നെയാണ്. എന്തിനായാലും എല്ലാം നമ്മളൊക്കെ ഇപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കി കാണുന്ന സിനിമകൾ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും പറയും ഇതിൻ്റെ അകത്ത് ശങ്കറിൻ്റെ പടം തന്നെ, പക്ഷെ മരുന്നിന് പോലും പോസിറ്റീവായിട്ട് ഒന്നും എടുത്തു പറയാനില്ലാത്തൊരു സിനിമ. ഒന്നും ഒരു പോസിറ്റീവ് പോയിട്ട് നെഗറ്റീവിൻ്റെ അങ്ങറ്റാണ്. ക്യാരക്ടേഴ്സിൻ്റെ കോമാളിത്തരങ്ങൾ എടുത്തു പറയേണ്ട വേറെ കാര്യം നമ്മുടെ ജയറാമേട്ടൻ. ഓഹ് എൻ്റെ പൊന്നെ, അതാണ് എനിക്ക് ദേഷ്യം വന്നത്. ജയറാമേട്ടൻ ഇതിൽ കൊടുത്ത റോള്, പുള്ളി ഇതൊക്കെ ചെയ്യാൻ കാണിച്ച മനസ്സ് സമ്മതിക്കണം. എൻ്റെ ജയറാമേട്ടോ, നമിച്ചു നിങ്ങളെ. പുള്ളിക്ക് തന്നെ അറിയില്ല എന്ന് തോന്നുന്നു പുള്ളി ആരാന്ന്. ജയറാമേട്ടൻ അറിയില്ലേ പുള്ളിയുടെ? കാരണം ഇപ്പം മലയാളത്തിൽ ഡൗൺ ആണെങ്കിൽ പോലും ഇന്നും ജയറാം എന്ന് പറയുന്ന നടൻ മലയാള സിനിമയിലെ സീനിയർ നടന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലാലേട്ടൻ, മമ്മൂക്ക കഴിഞ്ഞ പിന്നെ സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലിസ്റ്റ്. ആ ഒരു ലിസ്റ്റിലേക്കാണ് ജയറാമേട്ടൻ ഇന്നും നിൽക്കുന്നത്. എത്ര വർഷമായി? കഴിഞ്ഞ 30 വർഷത്തോളം, 30 വർഷത്തിന് മേളിൽ, 30 വർഷത്തിന് മേളിൽ മലയാളത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു നടൻ. അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്ന് തോന്നുന്നുണ്ട് അയാളുടെ റേഞ്ച് എന്താന്ന്. അയാൾ ഇമാതിരി കോമാളി റോൾ, ഇതിലെ ജയറാമേട്ടൻ്റെ റോള് കാണുന്നത് എനിക്ക് വിഷമായി. സെക്കൻഡ് ഹാഫിൽ SJ സൂര്യൊക്കെ ചവിട്ടുന്ന ഒരു സീനുണ്ട് ജയറാമേട്ടന്, എന്തെന്ന് പറയാം. ശങ്കർ പിന്നെ മലയാള നടന്മാർക്ക് ഇതുപോലത്തെ ഊക്ക് റോൾ കൊടുക്കാൻ കൊടുക്കണ പുള്ളി അങ്ങനെ ചെയ്യും. ആള് പലതവണ ഇതിന് മുമ്പ് നോക്കിയിട്ടുണ്ടെങ്കിലും ചിലതൊന്നും മലയാളത്തിൽ നിന്ന് ആൾക്ക് കിട്ടിയില്ല. പക്ഷെ എന്നാൽ പോലും മലയാളത്തിൽ നിന്ന് പുള്ളി വിളിക്കുന്ന ക്യാരക്ടേഴ്സ് പുള്ളിയുടെ പടത്തിൽ നൈസായിട്ട് തട്ടണ റോളാണ് കൊടുക്കാറ്. പക്ഷെ നമ്മുടെ നടന്മാർ പൊതുവെ അങ്ങനെ നിന്ന് കൊടുക്കാറുമില്ല. ജയറാമേട്ടൻ അതിന് നിന്ന് കൊടുത്തത് വളരെ വിഷമം എനിക്ക് തോന്നി. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ജയറാമേട്ടനെ ചവിട്ടുന്ന ഒരു സീൻ, ജയറാമേട്ടനെ കൊണ്ട് ഇങ്ങനെ കോമാളി കളിപ്പിക്കുക. ജയറാമേട്ടനെ കൊണ്ട് അത് നിന്ന് കൊടുക്കാൻ ജയറാമേട്ടനും ഓട്ടെ, അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ സിനിമയിലെ നായകന്മാർ നായകൻ രാംചരൻ, വില്ലൻ SJ സൂര്യൊക്കെ വെറുപ്പിക്കലുടെ അങ്ങേറ്റാണ്. SJ സൂര്യൊക്കെ ഈ കിട്ടുന്ന അല്ലറല്ല തന്നെ, അയ്യോ എല്ലാം ഈ കിട്ടുന്ന ഈ രാഷ്ട്രീയത്തിൻ്റെ സംഭവങ്ങളൊക്കെ, അതാണ് ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ.
ഈ രാംചരനും എസ് ജയസൂര്യയും രാംചരൻ്റെ ഇൻട്രോ സീനിലൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി ഇത് ഞാൻ പ്രതീക്ഷിച്ചതിനും മേളിലുള്ളൊരു അപരാധമായിരിക്കുന്നു. കാരണം നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് സീൻ കാണുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഒരു സിനിമയുടെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇതും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ സീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് ഹാഫ് എന്ന ഇൻ്റർവെൽ ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഇത് കാണാനേ പറ്റുള്ളൂ. എന്നിട്ട് ഇത് ചില അതും ഈ 2025 ഈ പടം ഇറങ്ങിയെന്ന് ആലോചിക്കുമ്പോഴേ എത്ര കൊല്ലം മുമ്പ് ഇറങ്ങിയാൽ ഹിറ്റാവുന്ന സംശയമുള്ള ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുന്ന് വെറുതെ ഇങ്ങനെ അനാവശ്യ ഫൈറ്റ് ക്ലൈമാക്സ് ഒക്കെ പൊന്നെ ഞാൻ കഴിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുന്നേ. എങ്ങനെയൊക്കെയോ ഇൻട്രവെല്ലാവട്ടെ പാട്. അതുകൊണ്ട് സെക്കൻഡ് ഹാഫ് കണ്ട് ക്ലൈമാക്സ് ഒക്കെ ഓവറായപ്പോഴേക്കും എനിക്ക് ഭ്രാന്തായി. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഞാൻ അതിൽ ഈ സെക്കൻഡ് ഹാഫിലാണ് ഈ ജയറാവേട്ടനെ ചവിട്ടുന്ന സീനൊക്കെ. ആ ഒരു സീനൊക്കെ ആവുമ്പോഴേക്കും എനിക്ക് ഭ്രാന്തായി. എന്നിട്ട് കാണിക്കണം എന്നുള്ളൊരു മൈൻഡേ. ഒന്നിനും പോസിറ്റീവ് ഇല്ല. രാംചരനായാലും പുള്ളിക്കൊന്നും ഒന്നും ചെയ്യാല്ല ഈ പടത്തില്. പുള്ളിനെ കൊണ്ട് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. പുള്ളി കളക്ടർ ആവണം. ഒരു കളക്ടർ എന്തിട്ട് കാണിക്കണം, ഒരു കളക്ടർ കാണിക്കണ അപരാധങ്ങൾ കാണണം. ഈ പുള്ളി കളക്ടറാണ് രാംചരൻ പടത്തില്. പിന്നെ മറ്റൊരു രാംചരൻ്റെ വേറൊരു ക്യാരക്ടർ ഉണ്ട്, ഒരു പാസ്റ്റ് ക്യാരക്ടർ ഉണ്ട്. അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെറുപ്പിക്കലായി പോയി. അതിലൊരു സെൻറ്റി സീനൊക്കെ ഉണ്ട്. ഞാൻ ചിരിക്കായിരുന്നു തിയേറ്ററിലിരുന്നിട്ട്. ഇയാളെ കൊല്ലണ സീനാണ്. അത് കേമായിട്ട് എടുത്ത് വെച്ച് ഞാൻ തമിഴാണ് കണ്ടത്. ഇനിയിപ്പോൾ ഡബിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നുമില്ല. പിന്നെ ഇയാൾ ഈ മറ്റേ രാംചരൻ്റെ തുടക്കം തൊട്ടുള്ള ഫൈറ്റുകളുണ്ട്. എങ്ങനെ പോയാലും മിനിമം ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. അത്രയും പേര് 10 പേരെ വരെ ഇടിച്ചിരുന്ന രാംചരൻ ഈ ക്ലൈമാക്സിൽ ഈ JCB തേങ്ങയുമായി വന്ന് അവരുടെ കൂടെ അത്ര ആൾക്കാരുടെ കൂടെ ഇതിൻ്റെ ഇടയിലൊക്കെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്ന രാംചരൻ എസ് ജയസൂര്യ ക്ലൈമാക്സിൽ എടുത്തിട്ട് അലകും. അപ്പോൾ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി അപ്പോൾ ഒരു മൊണ്ണേഷായി ആ നേരത്ത്. ഇതിനെ ക്ലൈമാക്സിൽ അത്രയും ഗുണ്ടകളെ ഇടിച്ച് തെറിപ്പിച്ച് ജാതി സൈസുള്ള ആൾക്കാരൊക്കെയാണ് രാംചരൻ ഇടിച്ച് ഇതാക്കണം. പക്ഷെ ആ പുള്ളിക്ക് എസ് ജയസൂര്യയുടെ മുന്നിൽ നിൽക്കുക, എസ് ജയസൂര്യ ഇടിച്ച് അങ്ങോട്ട് തൂറ്റിക്കും പുള്ളിനെ. അതുപോലെ അതിൻ്റെ അവസാനമാണ് പുള്ളി തിരിച്ചിട്ടിക്കുക. അയ്യോ ക്ലൈമാക്സ് ഒരു രീതിയിലും ഇല്ലാത്തൊരു. 2025 ഈ പടം ഇറങ്ങിയത്. എന്നെ വിഷമിക്കണമായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2025 ശങ്കറിനെ പോലത്തെ ഒരു സംവിധായകനാണ് ഇങ്ങനെ ഒരു പടം ഇറക്കിയേക്കണേ. എത്ര പൈസ കൂട്ടിച്ചിട്ടുണ്ട് ഈ പടത്തിലെ. ആരെങ്കിലും ഞാൻ പറയണ കേട്ടു, ഈ ട്രോൾ എന്തോട് ഞാൻ കണ്ടതാ. ഈ സിനിമയിൽ 5 പാട്ടിനും കൂടി എത്ര 75 കോടി എത്ര ഇങ്ങോട്ട് പൈസ പാട്ടുകൾക്ക് മാത്രം ചിലവാക്കിയെന്ന് പറഞ്ഞ് കേട്ടേക്കണം. അതൊക്കെ ഇനി എങ്ങനെ കിട്ടാനാണാവോ. എന്തായാലും മൊത്തത്തിൽ ഒരു അപരാധം. ശങ്കർ അപരാധം അത്ര പറയുള്ളൂ. ശങ്കർ അപരാധം. തല വെക്കാതിരിക്കാൻ നോക്കുക, എനിക്ക് അത്ര പറയുള്ളൂ. കാരണം കയറിയ നിങ്ങളുടെ പൈസ പോയി എന്നെ കൂട്ടിക്കോ. എന്തായാലും സിനിമ കാണരുത് എന്ന് ഞാൻ പറയുന്നില്ല. കാണാൻ താല്പര്യമുള്ളവർ വേണമെങ്കിൽ കണ്ടോ. പക്ഷെ ഊട്ടിയിട്ട് ഇറങ്ങിയതിന് ശേഷം കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം അതാകുമ്പോൾ നമുക്ക് ഓഫാക്കാൻ തോന്നി അപ്പോൾ തന്നെ ഓഫാക്കി പോകാം. ഈ തിയേറ്ററിൻ്റെ അകത്ത് നമ്മൾ ഈ 150 രൂപയും കൊടുത്ത് കയറിയിട്ട് അടയ്ക്കുന്ന ഇറങ്ങി പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ എന്തോ പോലും പൈസ കൊടുത്ത് കയറി വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. ഒരു ശങ്കർ അപരാധം കാണാൻ താല്പര്യമുള്ളവരുണ്ട്, അല്ലെങ്കിൽ മലങ്കൾട്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ. ഓക്കെ.